എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഞായറാഴ്ചയാണ്. മലയാൻ മൗഷൻ നിൽക്കുന്നത് കണ്ണൂരടുത്തുള്ള പയ്യന്നൂർ ഏറ്റിക്കുടുക എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ സ്ഥലത്ത് എന്തിനാണ് ഞങ്ങൾ ഈ വന്ന് ഞായറാഴ്ച നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നുമായിരിക്കും. അപ്പം കേരളത്തിൻ്റെ വെസ്റ്റേൺ ഗാട്ട്സിൽ 3 തരത്തിലുള്ള ചിത്രങ്ങളാണ് പൊതുവെ കണ്ടെത്തിയിരിക്കുന്നത്. സ്കൾപ്ചേർഡ് ഫിഗേഴ്സ്, അതുപോലെ തന്നെ പെട്രോഗ്ലിപ്സ്, അതുപോലെ തന്നെ പെട്രോഗ്രാഫ്സ്. അപ്പോൾ പെട്രോഗ്ലിപ്സ് എന്ന് പറഞ്ഞാൽ കല്ലിൽ കൊത്തിയെടുത്ത ചിത്രങ്ങൾ, അതുപോലെ കല്ലിൽ വരച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പോറിച്ചെടുത്തിരിക്കുന്ന പെട്രോഗ്രാഫ്സ് എന്ന് പറയുന്ന ചിത്രങ്ങളാണ് ഉള്ളത്. അപ്പം എടക്കൽ കേവ്സിലൊക്കെ ഗ്ലിപ്സ് ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഏറ്റിക്കുടുക്ക ആലപ്പടമ്പ് മുടൂർ റോട്ടിലുള്ള ഈ കാണുന്ന സ്ഥലം. അപ്പോൾ ഇത് കാഴ്ചയിൽ വലിയ അധികം ഒന്നും നമുക്ക് തോന്നുകയില്ല. അപ്പോൾ ഇതിനൊരു ചരിത്രമുണ്ട്. ഇതിവിടെ മുൻപ് സെൻസസ് ചെയ്യാൻ വന്ന ഒരു ഉദ്യോഗസ്ഥൻ നടന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു സംഭവത്തെ പിന്നീട് അദ്ദേഹം വിവരങ്ങൾ കൈമാറുകയും, അതുപോലെ നമ്മുടെ ഡോക്ടർ പി പവിത്രൻ മാഷ് ഇതേക്കുറിച്ച് കുറേ പഠനങ്ങൾ നടത്തുകയും, അതുപോലെ തന്നെ ഡോക്ടർ അജയ് ശേഖർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് ധാരാളം പോസ്റ്റുകളൊക്കെ നടത്തുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ ഈ സ്ഥലം അന്വേഷിച്ച് ഇവിടെ എത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു ചിത്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. 13 ചിത്രങ്ങളാണുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് ചെങ്കല്ലാണ്. അപ്പോൾ ചെങ്കല്ലിൽ കോറിയെടുത്ത ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. ആദ്യം നമുക്ക് ഈ ചിത്രങ്ങൾ, ഇത് വ്യക്തമല്ല, നമുക്കറിയാം ഒത്തിരി കാലമായിട്ട് ഇത് ഉപയോഗത്തിലില്ലാത്തതായിരുന്നു. ഈ ഉപയോഗത്തിലില്ലാത്ത ചിത്രങ്ങൾ പിന്നീട് ഇത് കണ്ടെത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തെ പല ഭാഗങ്ങളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഈ പെട്രോഗ്രാഫ്സ്, ഈ ചിത്രങ്ങളെല്ലാം തന്നെ ഒരു സംരക്ഷിക്കപ്പെടാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് ഏറ്റെടുക്കുകയും ഇതിന് ഒരു ചെറിയൊരു സംരക്ഷണം തീർക്കുകയും ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും ASI ഏറ്റെടുത്ത് കഴിയുമ്പോൾ പ്രദേശവാസികൾക്കൊക്കെ പല ബുദ്ധിമുട്ടുകളൊക്കെ ആ കാരണത്താലൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഈ റോഡിനൊക്കെ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. പക്ഷേ നമ്മുടെ ചരിത്രം, നമ്മുടെ സാംസ്കാരിക ചരിത്രം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം ഇത് ഇങ്ങനെയല്ല, ഇത് കൂടുതലായിട്ട് സംരക്ഷിക്കപ്പെടണം. ഇപ്പം തമിഴ്നാട്ടിലെയൊക്കെ സൈറ്റുകൾ വളരെ കാര്യമായിട്ട് ASI സംരക്ഷിക്കുന്ന പോലെ തന്നെ ഇതിന് ഫണ്ടൊക്കെ കൊടുത്ത് ഇത് സംരക്ഷിക്കുകയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കുകയും ചെയ്യണം. ഇപ്പോൾ പവിത്രൻ മാഷിൻ്റെ ഒരു പുതിയ പുസ്തകം ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ നടന്ന ലൈബ്രറി കൗൺസിലിൻ്റെ പുസ്തകമേളയിൽ വെച്ച് പ്രകാശിപ്പിക്കുകയുണ്ടായി. ഹാരപ്പയിൽ നിന്നും കേരളത്തിലേക്ക് എന്ന ടൈറ്റിലിൽ ആശയം വരുന്ന രീതിയിൽ. അപ്പോൾ ഹാരപ്പൻ ലിപികളുമായിട്ടൊക്കെയുള്ള സാമ്യം, ഹാരപ്പൻ ലിപികളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുക. പക്ഷേ എനിക്ക് ആ പുസ്തകം കിട്ടിയില്ല. ഞാൻ അതിൻ്റെ പ്രസാധകരോടൊക്കെ അന്വേഷിച്ച് ആ പുസ്തകം വാങ്ങിക്കാനൊക്കെയുള്ള ഇതിലാണ്. ഇപ്പം കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് കാളയുടെ രൂപങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ ബുൾസിൻ്റെ രൂപങ്ങളാണ്, നമുക്ക് കാണാം. ബുൾസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ കഴുകൻ്റെ ഉണ്ട്. അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്നതാണ്. നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ കൃത്യമായിട്ട് കാണാം. നമുക്ക് ഈ ചിത്രങ്ങൾ കാണാം. ഇതുണ്ടോ, ഇത് ഒരു കാളയുടെ ചിത്രമായിട്ടാണ് നമുക്ക് കാണുക. ഇപ്പം നമുക്കറിയാം ഹാരപ്പയിൽ പ്രോട്ടോ ശിവ എന്ന് പറയുന്ന ഒരു
രൂപം കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഇന്നത്തെ ശിവൻ്റെ സങ്കല്പത്തിന് മുമ്പുള്ള പ്രോട്ടോ ശിവ, ഒരു പക്ഷേ ഋഷഭദേവൻ്റെയൊക്കെ ആശയമൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ജെയിൻസിൻ്റെ ആശയം വരുന്നുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ വേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാളയുടെ ചിത്രമാണ്. അതിൻ്റെ പുറത്തെ ഭാഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കാലുകളുമൊക്കെ ഇവിടെ നമുക്ക് കാണാം. അപ്പം ഇതിൽ ഏറെക്കുറേയും കന്നുകാലികളുടെ ചിത്രങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാകുക. കാരണം ഈ ബുള്ളിൻ്റെ ഈ ഷേപ്പ്, അതുപോലെ തന്നെ പക്ഷിയുടെ ചിത്രങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്തുണ്ട് 13 ചിത്രങ്ങൾ. അപ്പം ഇവിടെ കന്നുകാലികളുടെ ചിത്രങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. പക്ഷേ ഇത് ശരിക്കും ഇതിനേക്കാൾ നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം തിരിച്ച് അത് തെളിച്ചെടുത്ത് നല്ലൊരു സംരക്ഷണം കെട്ടി തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ചിത്രം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയിരിക്കുന്ന ഹാരപ്പയിൽ നിന്നും കേരളത്തിലേക്ക് നീളുന്ന പാത എന്നാണ് പവിത്രമാഷിൻ്റെ പുസ്തകം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാം നമുക്ക് അത്തരം ചിത്രങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ കുറേയെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പുല്ലൊക്കെ കയറി വരുന്നത് കത്തിച്ചൊക്കെ അത് തെളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോരാ. ഇത് ശരിക്കും നന്നായിട്ട് തെളിച്ച് ഈ വെറും പ്രതലത്തിലാണ്, ഒരു സാധാരണ ഒരു പ്രദേശം, ആ സാധാരണ പ്രദേശത്തിൻ്റെ റോഡിൽ വെറും പ്രതലത്തിലാണ് ഇത് നിൽക്കുന്നത്. അപ്പം ഇവിടെ ഉറപ്പായിട്ടും ഇത് ചെയ്യേണ്ടത് തദ്ദേശവാസികളുടെയൊക്കെ സഹകരണത്തോടെ അവരെയൊക്കെ കണക്കിലെടുത്ത് അവരുടെ തടസ്സങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പരിഗണിച്ച് അവരോട് സഹകരിച്ചൊക്കെ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം അവരുടെ ഒരു സഹകരണം ഇതിനകത്ത് ഉണ്ടാകുന്ന വഴി കൂടുതലായിട്ടുള്ള ആളുകൾ വരികയും നമ്മുടെ ഒരു ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രം പലപ്പോഴും ഇതുപോലെ വിസ്മരിക്കപ്പെട്ട് പോവുകയോ അല്ലെങ്കിൽ കാണാതെ പോവുകയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഈ ഭാഗത്തുമെല്ലാം ഈ ചിത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയെല്ലാം ഉണ്ട്. ഇത് കുറേയെല്ലാം ചെളി കയറി പോയിരിക്കുന്നു. അപ്പം നമുക്കറിയാം കേരളത്തിൽ ഈ മഴയുള്ള പ്രദേശമാണ്. അപ്പം അവിടെ ഈ കുറേ ചിത്രങ്ങളെല്ലാം പോയിട്ടുണ്ട് എന്നറിയാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇവിടെ ഈ ചിത്രങ്ങളുണ്ട്, ഇതുപോലെയുള്ള ചിത്രങ്ങളുണ്ട്. അപ്പം ആദിമ മനുഷ്യർ ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളതിന് നമുക്ക് സംശയമൊന്നുമില്ല. അപ്പം നമുക്കിവിടെ തദ്ദേശവാസികൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്നൊരു അല്പദൂരം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗുഹയുണ്ട്. പക്ഷേ അവിടെ നിന്ന് പ്രത്യേകിച്ച് ലിഖിതങ്ങളൊന്നും കണ്ടെത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അതുമായിട്ടൊക്കെ ബന്ധമുണ്ടോ, അവിടുത്തെ ഗുഹയിൽ ആൾക്കാർ താമസിച്ചിരുന്നോ, അതുപോലെ ഇതിൻ്റെ അടുത്ത പ്രദേശത്ത് 1-2 ഗുഹകളുടെ കാര്യം കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ആളുകൾ താമസിച്ചിരുന്നോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തുടർ പഠനം ആവശ്യമുള്ള ഒരു മേഖലയാണിത്. ഇനി നോക്കുക, ഇത് കണ്ടോ, ഇവിടെ ഒരു ചിത്രം മാഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ്, ഫോട്ടോഗ്രാഫ്സ് തന്നെയാണ് അവിടെ മാഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കതിൻ്റെ വിഷ്വൽ നമുക്ക് കാണാം. ഞാനതുപോലെ ഒരു 6 വർഷം മുമ്പ് തമിഴ്നാട്ടിലെ അളകർമലയിൽ BC 3rd സെഞ്ച്വറിയിലെയൊക്കെ ഗുഹാചിത്രങ്ങൾ ധാരാളം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, കൈകൊണ്ട് തൊടാവുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ പിന്നെ എടക്കൽ കേവ്സിലാണ് പിന്നെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നത്. പിന്നെ തൊവരി, അതുപോലെ തന്നെ ഇങ്ങനെ ചില സ്ഥലങ്ങൾ, മറയൂര്, ഇങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്നറിയാം. അപ്പോൾ അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണിത്. അതുകൊണ്ട് കേരള ഗവൺമെൻറ് ഇത് മുൻകൈ എടുത്ത് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരു ഭാഗവും കൂടി ഇവിടെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്, തൊട്ടടുത്താണ് ഒരു ഭാഗവും കൂടി ഇത്തരം ഒരു ചിത്രങ്ങളുടെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഒരു ചിത്രം കൂടി ഉള്ളത്. പക്ഷേ ഇതിപ്പം റോഡ് പണി വന്നപ്പോൾ, റോഡ് ടാറിങ് ഒക്കെ വന്നപ്പം കല്ല് കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത് കൊണ്ട്, കല്ലെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഭാഗം കൂടി നമുക്ക് ആ ചിത്രങ്ങളുടെ ഭാഗത്തായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പ്രാചീന ചിത്രങ്ങളായിട്ട് ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത് ചിത്രകലാ വിമർശകൻ ഡോക്ടർ A.T. മോഹൻരാജാണ്. 13 ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. 2006 കേരള ആർക്കിയോളജി വിഭാഗം ഇത് കല്ലുകെട്ടി സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പം കന്നുകാലികളെ, പക്ഷിയുടെ ചിത്രം എന്നിവയാണ് ഇപ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പൊതുവേ പറയുന്നത് കേരളത്തിലെ പ്രാചീന മനുഷ്യരുടെ ചിത്രകലാവാസനയുടെ ഉദാത്ത മാതൃകയായിട്ടാണ് പറയുക. ഇപ്പോൾ ഇവിടെ ഏറ്റിക്കുടുക്ക മാത്രമല്ല, മടിക്കൈ, ബംഗളം, നീലേശ്വരം, പച്ചമ്പള, പോത്താങ്കണ്ടം എന്നീ സ്ഥലങ്ങളിലെ ചെങ്കൽ പ്രതല ചിത്രങ്ങൾക്ക് ഇതുമായിട്ട് ഒരു തുടർച്ച കാണാൻ പറ്റും. എടക്കൽ ഗുഹ, തൊവരി, എഴുത്തുപാറ, റാണിപുരം, മടിക്കൈ, പച്ചമ്പള, പോത്താങ്കണ്ടം എന്നീ സ്ഥലങ്ങളിലാണ് ഇതുപോലെ ചിത്രങ്ങളും ബ്രാഹ്മി ലിഖിതങ്ങളും ഇടകലർന്ന് കാണുക.
അങ്ങനെ നമ്മൾ കാങ്കോൽ ആലപ്പടമ്പ് റോഡിൽ നിന്നും ഒരു 50 മീറ്റർ മാറിയുള്ള ഈ ശ്മശാനം റോട്ടിൽ നിന്നാണ് ഈ ഒരു പ്രധാന ഒരു വ്ലോഗ് നിങ്ങൾക്ക് നൽകിയിട്ട് യാത്ര അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കാരണമായ പവിത്രൻ മാഷിനും അതുപോലെ തന്നെ ഡോക്ടർ അജയ് ശേഖർ സാറിനും ഒക്കെ പ്രത്യേകം നന്ദി. സാറിൻ്റെ പവിത്രൻ മാഷിൻ്റെ ഹാരപ്പയിൽ നിന്നും കേരളത്തിലേക്ക് നീളുന്ന പാത എന്ന് പറയുന്ന പുസ്തകം വായിച്ചതിന് ശേഷമായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ വോയിസ് ഓവറായിട്ടൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കണ്ണൂരിൽ നിന്ന് കാണുന്നത് വരെ ബൈ.